ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കണ്ട പോലെ ക്യൂട്ടായിട്ടുള്ള പേപ്പർ കപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടത് ഒരു പേപ്പറാണ്. അത് നമുക്ക് സമചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. അത് വീഡിയോയിൽ കാണുന്ന പോലെ പേപ്പർ മടക്കി കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിക്ക് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ആ വെക്കേഷൻ ടൈം കൂടുതൽ കുട്ടികൾ ചിലവഴിക്കുന്നത് സ്ക്രീനിങ് ടൈമായിട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കുട്ടി ക്രാഫ്റ്റുകളും കുട്ടി ടാസ്കുകളൊക്കെ കൊടുത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ കൂടുതൽ നേരം എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ പേരൻസ് ആയാലും കുട്ടികളായാലും ഇത്തിരി ടൈം കിട്ടുമ്പോഴേക്കും നമ്മൾ ഫോണിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് കുട്ടികളെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കാനും അവരെ കൂടെ കൂടാനും ശ്രമിക്കുക. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ വെക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള കുട്ടികളെ ഏറ്റവും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് പുറത്ത് പോയി കളിക്കുക, മാങ്ങ പറിക്കാൻ പോവുക, ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനത്തെ കളികളിലൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് പുറത്ത് പോയി കളിക്കാൻ വിടാൻ വേണ്ടിയിട്ട് നമുക്ക് പേടിയാണ്. കാരണം ഒരേ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ അങ്ങനത്തെ ന്യൂസുകളാണ്. അപ്പോൾ അവരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റുകളും കൊച്ചു ടാസ്കുകളൊക്കെ കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളുടെയൊക്കെ കൂടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത് അവരെ ഹാപ്പി ആക്കി ഇരുത്താൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ക്രാഫ്റ്റും എൻ്റർടൈൻമെൻറ്റൊക്കെ ആയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.